ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ ഞാൻ അതേ കിച്ചണിലോട്ട് വന്നു, നേരെ അടുപ്പ് കത്തിച്ചു. ഒരു ഗ്ലാസ് അല്ല 2 ഗ്ലാസ് കട്ടൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. ആർക്കാന്ന് വെച്ചാൽ എനിക്കല്ല കേട്ടോ, ഞാൻ കുടിക്കില്ല കട്ടൻ ചായ, കുടിക്കില്ല അത് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ ഞാൻ കുടിക്കും, എപ്പോഴും ഞാൻ കട്ടൻ ചായ കുടിക്കില്ല. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പിന്നെ ലൈറ്റായിട്ടൊക്കെ എവിടെയെങ്കിലും പോയാൽ ആരും നിർബന്ധിച്ചാലൊന്ന് കഴിക്കും, നമ്മൾ ആരും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ കഴിക്കും കേട്ടോ. ഇതേ നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉഴുന്ന ദോശ. ഇതേ നമ്മുടെ ചായ ചായല്ല, നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കട്ടൻ ചായ നമ്മുടെ ഉപ്പാക്കും അയാൻ മോൻക്കാണ് മദർസ പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഉപ്പാക്കുള്ള വിത്തൗട്ട് ആൻഡ് അയാൻ മോൻക്കും ചായ ഞാൻ ഓൾറെഡി പൊടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെ മദ്രസയ്ക്ക് പോകുന്ന ടൈമിൽ വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ നേരെ കിടന്ന് ഉറങ്ങണം എന്ന് പറയും. നമ്മളൊക്കെ അത് കഴിഞ്ഞ് വന്നവരാണ്, നമുക്കറിയാലോ എത്ര അടി കിട്ടിയിട്ടുണ്ട് ചിന്ന രാവിലെ നീക്കാഞ്ഞിട്ടില്ലേ. പിന്നെ ഞാൻ ഇതേ കോഫി ഉണ്ടാക്കി കേട്ടോ. ഞാൻ എപ്പോഴും കോഫി ഉണ്ടാക്കി കുടിക്കൊന്നുമില്ല, കുടിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കി കഴിച്ചു ഉള്ളൂ. അപ്പോൾ ഇന്ന് ഉഴുന്ന ദോശ ആയതുകൊണ്ട് ഞാൻ കോഫി പിന്നെ നമ്മുടെ മിക്സറും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഉഴുന്ന് ദോശ, മസാല ദോശ, അതുപോലെ വെള്ളയപ്പം ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബേക്കറി അങ്ങ് കഴിച്ചു. കാരണം വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ വീട്ടിലെ ഹോം വർക്കുകൾ ചെയ്യണ്ടേ, അതായത് നമ്മുടെ വീട്ടു ജോലി ചെയ്യണ്ടേ. അപ്പോൾ നേരെ ഞാനത് കഴിച്ചു. ഇതിന് ശേഷം നമ്മുടെ ഉഴുന്ന് ദോശ ചൂടാൻ കേട്ടോ. പിന്നെ തലേ ദിവസം നമ്മൾ അരച്ച് വെക്കുന്നതാണല്ലോ ഉഴുന്ന് ദോശ, അടിപൊളിയാണ് കേട്ടോ. അത് മസാല ദോശ ചേർന്ന് ഉഴുന്ന് ദോശ കൊണ്ട് പരത്താൻ വെച്ചു, അതായത് ഇങ്ങനെ നമ്മൾ തൈവിയിൽ ഇങ്ങോട്ട് പരത്തി കൊടുക്കാൻ ഭയങ്കര രസമല്ലേ. അതായത് നമ്മൾ മാവൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടുന്നത്. നല്ലോണം പൊതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. അതിനത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ 2-3 അങ്ങോട്ട് ഞാൻ ചുട്ട് വെച്ചു. അതുപോലെ ഞാൻ മക്കൾക്ക് എമിമോൾക്കും അയാൻമാർക്കും ഞാൻ എന്ത് ഷേപ്പാന്ന് വെച്ചാൽ ഒരു പാവക്കുട്ടിയുടെ ഷേപ്പിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട്, അത് മക്കൾ ഇംപ്രസ് ചെയ്യാനും അത് പെട്ടെന്ന് കഴിക്കാനും വേണ്ടി അവരെ സോപ്പ് ഇടാനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ കഴിച്ചു പോകുമല്ലോ. ഒരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗാക്കിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണെങ്കിൽ അതൊക്കെ കൂടെ അങ്ങനെ കാട്ടിക്കൂട്ടിയെടുത്ത്. അപ്പോൾ ഇത് നമ്മൾ ഉഴുന്ന് ദോശ റെഡി ആയിട്ടുണ്ട്. ഈ നമ്മുടെ മക്കൾക്ക് റെഡിയാക്കുന്ന ഒരു കുഞ്ഞ് ദോശയായിട്ടൊന്ന് ഞാൻ കാണിക്കാൻ ബാക്കി പോകുന്നത്. പിന്നെ അപ്പോൾ അത് കൊടുത്ത് എമ്മിമോൾക്കും കൊടുത്തു. എമ്മിമോൾ ബാക്കിലിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞ് വ്ളോഗാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗിലുള്ള കുറച്ച് ടൈമിലുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ദോശ ബൊമ്മക്കുട്ടീൻ്റെ രൂപത്തിൽ. ബൊമ്മക്കുട്ടി എന്ത് രൂപമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് ചെറിയ ഷേപ്പിൽ ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ അപ്പോൾ മോൾക്ക് സംഭവം ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ വീഡിയോയിലുള്ള റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ വലിയ ലെങ്ത്ത് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ദോശ. എൻ്റെ മോളുടെ എക്സ്പ്രഷൻ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.